അപ്പോൾ ഗൈസ് ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ തനൂസിൻ്റെ പുതിയ സ്പെഷ്യലാണ് കേട്ടോ. അപ്പം കാണുമ്പം വെള്ളം ഊറുന്നുണ്ടോ വായിൽ? അപ്പോൾ സംഭവം എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ വീഡിയോ കണ്ടാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. ഹായ് ഗൈസ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ തനൂസിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ തനൂസിൽ നിന്ന് നമ്മുടെ യൂട്യൂബിൽ വൈറലായിരിക്കുന്ന ആ ഒരു ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? അപ്പം ഞാൻ ദാണ്ടെ 1/2 കിലോ നമ്മുടെ ചിക്കൻ പീസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതും ബോൺലെസ് ആയിട്ടുള്ള പീസ് സെപ്പറേറ്റ് മേടിച്ചതാണ്. അപ്പോൾ ദാണ്ട് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ദാണ്ട് ഇതേ കണക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 സ്പൂൺ അടുപ്പിച്ച് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എരി കൂടുതൽ വേണ്ടുന്നവരാണെങ്കിൽ കാശ്മീരിക്ക് പകരം മറ്റേ മുളക് പൊടി ചേർത്താലും മതി. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ അടുപ്പിച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത്തിരി ഉപ്പും ചേർത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കോൺഫ്ലവർ. അപ്പോൾ കോൺഫ്ലവർ ഇല്ലാത്തവർക്കാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി റൈസ് പൗഡർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. റൈസ് പൗഡർ ഒരുപാട് ആവരുതെന്നേ ഉള്ളൂ, കുറച്ച് നമുക്ക് ചേർത്തെടുക്കാം. അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ച് നല്ലതുപോലെ ഇച്ചിരി ഉപ്പും ഇട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പാത്രം എടുക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. അത്രേ പരിപാടിയേ ഉള്ളൂ. ഇത് 3 മാറ്റി വെക്കുക, ആദ്യത്തെ പരിപാടികൾ. അതിനുശേഷം നമ്മളൊരു പാനിലിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് അടുപ്പത്ത് ചൂടാകാൻ വെക്കുക. അതവിടെ ചൂടാകുന്ന സമയം കൊണ്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ പീസ് ആ മുട്ടയിലേക്ക് വന്നിട്ട് നല്ലതുപോലെ അതിനെ ഒന്ന് കുളിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഒരു മൈദയിലോട്ട് ഇട്ട് കൊടുക്കുക. പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുട്ടയ്ക്കകത്ത് കൈവച്ച് ഇങ്ങനെ ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്യത്തില്ലേ. അപ്പോൾ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ കൈ നല്ലതുപോലെ മുട്ട സെറ്റായതിന് ശേഷം അതെടുത്ത് പിന്നെ നമ്മുടെ മൈദ മാവിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ കൈവച്ച് ചെയ്യുമ്പോഴത്തേക്കും മറ്റേ മാവെല്ലാം കൂടി ഉരുണ്ട് വരും. അപ്പോൾ അങ്ങനെ വരാതെ ജസ്റ്റ് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ച് അതിന് ശേഷം നമ്മൾ ഈ ഒരു മാവിലോട്ടിട്ട് നല്ലതുപോലെ മാവ് തണ്ടിതേണക്കൊന്ന് പാത്രം ഒന്ന് ഷേക്ക് ചെയ്താൽ നമ്മളെ ആ ഒരു ചിക്കൻ പീസിനകത്തോടെ ആ മൈദയുടെ കോട്ടിങ് നല്ല സെറ്റായിട്ട് അങ്ങ് പിടിച്ച് കിട്ടും. അപ്പോൾ വേണമെങ്കിൽ മാത്രം പിന്നെ നമുക്ക് കൈ കഴുകിയിട്ട് ഇതേണക്ക് മൈദ മാവുമായിട്ടൊന്ന് സെറ്റാക്കിയാൽ മതി. അതിനുശേഷം നമ്മുടെ എണ്ണ ചൂടായതിനകത്തോട്ട് നമ്മുടെ ആ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ എല്ലാ പീസും നമ്മൾ ആ സെറ്റാക്കി വെച്ചേക്കുന്ന എല്ലാം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ആ ഒരു സ്പൂണോ പാശലോ എന്താണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് വെച്ച് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ ആ ബീഫിൻ്റെ കണക്കൊന്നും അല്ലല്ലോ, ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതാണ്ട് ഇതേ കണക്ക് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല അടിക്ക് പിടിക്കാതിരിക്കാനും കൂടി പെട്ടെന്നൊന്ന് ജസ്റ്റ് മൂവ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ഒരു 2-3 മിനിറ്റ് കേട്ടോ, അത്രയും മതി. ഒരു 3 മിനിറ്റൊക്കെ തന്നെ ധാരാളമാണ്. നമ്മുടെ ആ ഒരു ചിക്കൻ പെട്ടെന്ന് സെറ്റായി കിട്ടും. തിരിച്ച് മറിച്ചു വിട്ട് നല്ലതുപോലെ ഒന്ന് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന രീതി വരെ നമുക്ക് ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് ഒരു വേവിച്ചെടുക്കണം കേട്ടോ. ഈ ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ എന്ന് പറയുന്നെങ്കിൽ ഒരുപാട് നേരമൊന്നുമില്ല, അത് ഒരുപാട് എണ്ണയും ഇല്ല, കുറച്ച് എണ്ണയിൽ മാത്രം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇത്തിരി വലിയ പീസായതുകൊണ്ടാണ് കേട്ടോ. ഇച്ചിരി കൂടി ചെറിയ പീസാണെങ്കിൽ കുറേ കൂടി അധികത്തിൽ ഇതിനകത്തോട്ടിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതാണ്ട് ഇത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിന് പ്രത്യേകിച്ച് നല്ല ചൂടായതുകൊണ്ട് മുറിച്ചൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ്ട് ഇനി ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അടുത്തതൊന്ന് കോരി മാറ്റുക എന്നുള്ളതാണ് പരിപാടി. അതാണ്ട് എല്ലാം ഞാൻ കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ കോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ചിക്കൻ പീസും കൂടി നമുക്ക് ഇതിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതാണ്ട് ഞാൻ എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിച്ച് ദൂരോട്ട് നിർത്തിയതിന് ശേഷം മാത്രം ചെയ്യുക. കാരണം അതിനെ എണ്ണ തെറിച്ച് വീഴാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ്ട് ഇത്രയും സംഭവം ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ആ പാനിലായ ഓയിലൊന്ന് മാറ്റി ആ ഓയിലൊന്ന് മാറ്റിയതിന് ശേഷം നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് നമുക്ക് ഒരു കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് മേടിച്ച ഫ്രഞ്ച് ഫ്രൈസാണ് ഞാനിത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലവർ വീട്ടിൽ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കിയൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് എൻ്റെ ഒരുവിധ സമയങ്ങളൊക്കെ പോകും. അതുകൊണ്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ജസ്റ്റ് ചിക്കൻ മേടിക്കാൻ പോയപ്പോഴത്തേക്ക് ഇൻസ്റ്റൻ്റായിട്ടുള്ളത് മേടിക്കുക ചെയ്തത്. അപ്പോൾ അതാണ്ട് ഒരു കയ്യിൽ ചിക്കൻ ആ ഒരു നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചത് ജസ്റ്റ് ഒന്ന് കൊച്ചു പീസാക്കി മുറിച്ച് വെച്ചതും പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും സംഭവം മാറ്റി വെക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് മയണൈസ് ഒഴിക്കുക, കുറച്ച് സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മയണൈസിൻ്റെ കളർ നല്ല രീതിയിലൊന്ന് ചേഞ്ചായി വേറൊരു ഷെയ്ഡാവുകയും ചെയ്യും. അതേപോലെ തന്നെ വേറൊരു ടേസ്റ്റും ആവും. അപ്പോൾ ഇതൊന്ന് സെപ്പറേറ്റ് നമ്മൾ തയ്യാറാക്കി വെക്കുന്ന മയണൈസാണ്. അതുകൂടാണ്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ നമ്മുടെ ചിക്കൻ പീസ്, ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി വാവട്ടമുള്ളൊരു പാത്രത്തിലേക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ആ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മുടെ നേരത്തെ ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ച മയണൈസ് ഇട്ട് കൊടുത്ത്, മിക്സ് ചെയ്യാത്ത മയണൈസ് ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് അതിൻ്റെ മേലിൽ നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മയണൈസ് ഇട്ട് പിന്നെ സാധാ മയണൈസ് ഇടുക. അങ്ങനെ ഒരു 3-4 ലെയർ നമ്മുടെ കയ്യിൽ എത്രയാണോ ഉള്ളതെന്ന് വെച്ചാൽ അത്രയും നമ്മൾ അതിനകത്തോട്ട് ആ ഒരു ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ
ഒരു ടാസ്ക് എന്ന് പറയുന്ന സംഭവം വേറെ ഒന്നും അല്ല കേട്ടോ. ഈ ഒരു ചിക്കൻ പീസ് മുറിച്ച് വെക്കുന്ന സമയം മുതലേ ഇത് തിന്നാൻ ആൾക്കാരിങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം കുഞ്ഞു കുട്ടീസൊക്കെ നമ്മളെ അടുത്ത് നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ആ ഒരു രീതിയിൽ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചീസ് ഞാൻ ഇതിനകത്ത് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചീസ് ഇതേ കണക്ക് ഗ്രേറ്റ് ചെയ്ത് ഇതേ കണക്ക് അങ്ങ് വെച്ച് വേണമെങ്കിൽ വേവിക്കാം. പക്ഷെ ഞാനത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെ ചീസ് എല്ലായിടും എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ വാവട്ടമുള്ളൊരു പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വേറൊരു പാത്രത്തിലേക്ക്, അതായത് ഒരു അത്യാവശ്യം ഇത് വേവാനുള്ള ചെറിയൊരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലൊരു തട്ട്, അതായത് ഇഡലിത്തട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റീം ചെയ്യാൻ പറ്റുന്ന ഏതൊരു സംഭവമാണെങ്കിലും കുഴപ്പമില്ല, അതിലേക്ക് നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തൊരു 10-15 മിനിറ്റ് നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ. അപ്പം ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം, 15 മിനിറ്റ് എടുക്കണം നിർബന്ധമില്ല കേട്ടോ. ഈ സ്റ്റീം എത്രത്തോളം അതിനകത്ത് കിട്ടുന്ന അത്രത്തോളം നല്ലതാണ്. 10 മിനിറ്റ് ആയാലും മതി. നല്ലതുപോലെ സ്റ്റീമായി അതെല്ലാം ഹീറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചീസൊക്കെ നല്ലതുപോലെ ആ ഒരു റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതങ്ങ് എടുക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു 15 മിനിറ്റ് അടുപ്പിച്ച് ഇത് റെഡിയാവാൻ വേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ സെറ്റ് ലോഡർ ഫ്രൈസ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് റെഡിയാക്കിയിട്ട് കഴിക്കാൻ താളം തുള്ളി നിൽക്കുന്നൊരു കുഞ്ഞു മോളുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് കൊടുക്കണം. ഫസ്റ്റ് പരിപാടി അതാണ്. അപ്പോൾ ഇത് ചൂടോടെ കഴിച്ചാൽ ഭയങ്കര ഒരു ടേസ്റ്റ് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഇനി ഇതിനകത്ത് സോസോ അല്ലെങ്കിൽ മയണൈസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അടിപൊളി ഒരു ലൈം ജ്യൂസൂടെ ചേർത്ത് കഴിക്കാൻ പറ്റിയ സൂപ്പർ ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടും പോകരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.